ഞാൻ അവര് 2 ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ കോൺടാക്ട് ഒത്തിരി ആൾക്കാരോട് അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തത് എന്തിനാണ് ഞാൻ പറഞ്ഞത്. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവ് കേട്ടോ. നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് കാലും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ കൊടുക്കും 8,000 രൂപ. പറഞ്ഞത് 8,000 രൂപ ഒരു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം, അത് കഴിഞ്ഞെങ്കിൽ 10 ദിവസം കഴിഞ്ഞെങ്കിൽ 10 ദിവസം ആയില്ല. അതിന് മുമ്പ് ചോദിക്കുക രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാം ഒപ്പം വെച്ചു ഒപ്പം വെച്ചിട്ട് 1000 രൂപ വണ്ടിക്കാശ് വേണം പറയണം. അപ്പോൾ അത് തന്നെ ഞാൻ 1000 രൂപ വെച്ചപ്പോൾ 2,000 രൂപ കൊടുത്തു. ഇനി വേറെ ആൾക്കാരെ ആരും ചോദിക്കണ്ട, ഞാൻ വിട്ടു പോകും. അപ്പം മരിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടും. ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ബിഗ് ബോസ് ജയിച്ചാണ്. അല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, ജീവിക്കാനല്ലട്ടാ എൻ്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹമുണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട്. അത്രയും നിങ്ങൾ ജനപ്രേക്ഷകർ കൊടുക്കുന്ന ഒരു ബാഡായിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് നീ എവിടെ ആരും യൂസ് ചെയ്യുന്നുള്ള ഞാൻ ചോദിക്കും പറഞ്ഞാണ്. അതല്ല, ഞാൻ 2 ട്രാൻസാക്ഷൻ ഇവിടെ കൽപ്പറ്റയിൽ പ്രോഗ്രാമുണ്ടായിരുന്നു. ഞാൻ പോസിറ്റീവിനെ പോയത്. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല. പിന്നെ നിങ്ങളെ മീഡിയ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ കുറിച്ച് ബാഡായിട്ട്, അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതി എത്ര ആൾക്കാരുണ്ട്. മറ്റേതിനകത്ത് സത്യമായിട്ട് ഞാൻ ന്യൂറായിട്ട് പോകും. ഏതറ്റം വരും. നടക്കല്ലേ ഏകദേശം കത്തല് അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 25-നാണ് ഒരു സംശയം. അതായത് ജിൻഡോയും തസ്ലീമായിട്ട് പരിചയമുണ്ട്. ആ പരിചയം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായ പരിചയമാണ്? സുഹൃത്തെ ഞാൻ കാര്യം പറ്റേ, നിങ്ങളെ അടിക്ക് പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളുടെ അടിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല? അറിയാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം. ഈ പറഞ്ഞ ഈ ലോകത്ത് എൻ്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാണ്. അതിനൊരു ബന്ധമുണ്ട്. എന്താ പറയുക, അതായത് ആത്മാർത്ഥ ബന്ധം. അപ്പന് സൂലാമ്പർ വിളിക്കരുത്. ഇപ്പൊ നിങ്ങളെയൊക്കെ അപ്പന് സൂലാമ്പർ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഞാനുമായിട്ട് വിളിക്കണല്ല. ആ സാധനങ്ങളോട് പ്രതിനിധീകരിക്കണം. ആ സാധനങ്ങളോട് കൂടുതലും കൂടെ പോയിക്കുന്നത് എയറിലേക്ക് ആരെ കൊടുത്ത് ഞാൻ പറയാം. കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്ത് പറയുന്നത് എല്ലാവരും കണ്ടോ? നാട്ടിലേക്കാണ് അറസ്റ്റ് ചെയ്തല്ല. എനിക്ക് കാശ്മീരിലത്തെ അവരെ മാത്രമല്ല കുറെ ആൾക്കാരെ പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്കല്ല ഈ ലോകത്തിലെ ഞാൻ അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസൺ ജയിച്ചാണ് ഞാൻ. ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാവും. കുറച്ച് എൻ്റെ ആത്മാർത്ഥത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല അവര് മോഡലാണ്. അറിയും മോഡൽസിന് ആരാകത്തെ ജിൻഡോയുടെ കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് 2-3 കാര്യങ്ങൾ. അതായത് ഈ കേസിൽ വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പറയുന്നത്, അതായത് തസ്ലീമുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അടിസ്ഥാനത്തിൽ ആ ഇടപാടെന്ന് പറയുന്നത് ലഹരിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ബോധ്യപ്പെടാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തസ്ലീമുമായിട്ടുള്ള സാമ്പത്തിക നടത്തിയത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതായത് ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് ആ പൈസ അതെങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? സാമ്പത്തിക ഇടപാടല്ല എങ്കിൽ ഞാൻ എക്സൈസിൽ പെട്ട് അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പടി അടിക്കുമ്പോൾ എന്നോട് ഓടുന്നത്. എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല. എന്നോട് മക്കളെന്ന് പറഞ്ഞു. എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഇത് എന്താ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ചിലവൊക്കെ പറഞ്ഞോളൂ.
ഇല്ല പറഞ്ഞില്ല. ഇത് എന്ത് കല്യാണം ചോദിച്ചോ? അതെ ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ബെസ്റ്റായി ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ ഫിലിം ചെയ്യാൻ വേണ്ടി മിനിങ്ങാന്ന് വയനാട്ടിൽ വെച്ച് പടം അനൗൺസ്മെന്റ് ചെയ്തു. പടത്തിൻ്റെ പേരാണ് ദയാവതം. അതിൻ്റെ പിന്നാലെ അതിൻ്റെ അഭിനയം പഠിച്ചിരിക്കുന്നു. അതിനകത്ത് നായകനാണ് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ആ പടത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം അതായത് ഈ ചോദ്യം ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ചോദിച്ചവർ നിങ്ങൾ ചോദിച്ചില്ലേ? അവർ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിച്ചു. അടിപൊളി ചോദിച്ചിട്ടുണ്ട്. അതെ എന്തൊക്കെയാണ് ചോദിച്ചു ജസ്റ്റ് ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ 2 ട്രാൻസാക്ഷൻ മാത്രം ഉണ്ടെന്നാണ്. അല്ലേ ഞാൻ ഓടി കളിക്കില്ല കേട്ടോ. അങ്ങനെ വെക്കും. അങ്ങനെ ഓടി കളിക്കുന്ന ആവശ്യമൊന്നും എനിക്ക്. അപ്പോൾ താങ്ക് യു എല്ലാവരോടും. അതെ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ഇങ്ങനെ വരണം കേട്ടോ. എല്ലാവരോടും പറയണം നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും മീഡിയാസ് ഇങ്ങനെ വരണം. ഓക്കെ ബൈ. ഓക്കെ മക്കളെ ബൈ. ഓക്കെ ആട്ടാ ഞാനിക്കും വേണം. ഞാൻ ആരെയും ഓടി കളിക്കല്ലോ നിങ്ങൾ ആരെയും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ ഞാൻ പറയണേ ഞാൻ ആരെയും പേര് പറയല്ല. ഞാൻ പേര് വന്നിട്ട് അവർ വയറലാവണ്ട. അതിലുള്ള ആളില്ല അവനൊന്നും. അതുകൊണ്ട് പറയാത്ത അവരൊക്കെ പേര് വിളിച്ചു പറഞ്ഞാൽ അവർ വയറലാവും. എനിക്കെന്താ വട്ടില്ല. അങ്ങനെ എൻ്റെ പേരിൽ അവർ വയറലാവണ്ട. മനസ്സിലായോ? അങ്ങനെ കാണാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പറയാൻ പറ. ശരി എന്നാ ഓക്കെ ബൈ. മക്കളെ തെറ്റായിട്ടൊന്നും പറഞ്ഞു നോക്കണം കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ വിഷമോട് പറഞ്ഞോ കേട്ടോ. ഓക്കെ മനസ്സിൻ്റെ വിഷമോട് പറഞ്ഞോ. പറഞ്ഞു കേട്ടോ. ഓക്കെ